ഇതൊക്കെ ഞാൻ ഇപ്പൊ ഉള്ളത് നാദാപുരം ഗവൺമെന്റ് UP സ്കൂളാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ പറയാൻ ഒരു സ്റ്റേഷൻ കിട്ടുന്നില്ല അല്ല. ഞാൻ ഉള്ളത് നാദാപുരം നമ്മളെ അപ്പക്കൊത്ത് സ്കൂളാണ്. അങ്ങനെ പറയാൻ അതിൻ്റെ ഒരു മൊഞ്ചി. സുഹൃത്തുക്കളെ, ഞാൻ മൊഞ്ചൻ സിറാജ് നാദാപുരം. നമ്മളെ നാദാപുരം അപ്പക്കൊത്ത് സ്കൂളിന്റെ 111ാമത്തെ വാർഷികാഘോഷം അതിവിപുലമായ രീതിയിൽ അതിമൊഞ്ചായ രീതിയിൽ തന്നെ ഇപ്രാവശ്യം നടത്തുന്നത്. 2025 ഏപ്രിൽ 8-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അത് കയ്യലോടുകൂടി മെഗാ ഒപ്പന വെച്ചാൽ നമ്മൾ ഇത്ര ആളും കണ്ട ഒപ്പന എങ്ങനെയാ? ഒരു മണവാട്ടി ഉണ്ടാവും, 5-6 തോയിമാറും ഉണ്ടാവും. ഇതങ്ങനല്ല, 13 മൊഞ്ചത്തിമാരായിട്ടുള്ള മണവാട്ടികൾ, പിന്നെ 10-200ഓളം വരുന്ന തോയിമാരും പോലെല്ലാം കൂടി ഗ്രൗണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ട് ഒരു ജഗപക ഒപ്പനയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ഇങ്ങ് പോരി. അനക്ക് കാണുവാനായിക്കില്ല, മറ്റുമല്ല തലമറിഞ്ഞിട്ട് കണ്ടിക്കില്ല, കാൽമച്ചാട്ടി പോയിക്ക്, ഇതൊന്നും പറയണ്ട, നേരത്തെ തന്നെ ഇങ്ങ് പോരി. അപ്പൊ 2025 ഏപ്രിൽ 8-നും 10-ാം തീയതി, അതിലിടക്ക് 9-ാം തീയതി എല്ലാവർക്കും വിശ്രമ ദിവസമാണ്. ഓക്കെ, നമ്മളെ അപ്പക്കൊത്ത് സ്കൂളിന്റെ 111ാമത്തെ വാർഷികത്തിനെ പറ്റിയിട്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും PTA പ്രസിഡന്റും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാല്ലോ എങ്ങനെയല്ല പരിപാടി. എല്ലാ പരിപാടിയും BJP അപ്പക്കൊത്ത് സ്കൂളാ വെക്കല്. പിന്നെ അപ്പക്കൊത്ത് സ്കൂളെ പരിപാടി എന്ന് പറയാനാ അടിപൊളിയായിരിക്കും. PTA പ്രസിഡന്റ് ഖാലിദ് മാഷുണ്ട്. എന്തെല്ലാം മാഷേ, എങ്ങനെയല്ല പരിപാടി? ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അപ്പക്കൊത്ത് സ്കൂളിന്റെ 111ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. മെഗാ ഒപ്പന, അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന കമ്മിറ്റി ചെയർമാൻ CK നാസർക്ക് ഉണ്ട്. എന്തെല്ലാം നാസർക്ക, എന്തെല്ലാം സ്ഥിതി നമ്മളെ പരിപാടിന്റെ? നമ്മളെ അപ്പക്കൊത്ത് സ്കൂൾ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൃദയബന്ധമുള്ള സ്കൂളാണ് അപ്പക്കൊത്ത് സ്കൂൾ. ഈ സ്കൂളിലെ ഈ വർഷത്തെ വാർഷികത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്കൂളിനെ സ്കൂളാക്കി മാറ്റിയെടുത്ത പ്രഗത്ഭരായ രമേശ മാഷെ പോലെയുള്ള, പ്രവീൺ മാഷെ പോലെയുള്ള, ഗീത ടീച്ചറെ പോലെയുള്ള ആളുകൾക്ക് യാത്രയപ്പ് നൽകപ്പെടുന്ന ഒരു മഹാസമ്മേളനമാണ്. നമ്മുടെ ഈ അപ്പക്കൊത്ത് സ്കൂൾ നിലനിൽക്കുന്ന 19-ാം വാർഡിന്റെ മെമ്പർ നമ്മൾ അബ്ബാസ് ഉണ്ട്. അബ്ബാസ് പിന്നെ ഈ സ്കൂളിന്റെ ഒരു അംഗവും കൂടിയാ. നമുക്ക് അബ്ബാസ് ഖാനോട് ചോദിക്കാൻ എന്തെല്ലാം നല്ലത്. ഞാൻ പഠിച്ച സ്കൂള്, എന്റെ വാപ്പ പഠിച്ച സ്കൂള്, എന്റെ ഉമ്മ പഠിച്ച സ്കൂള്, എന്റെ മക്കൾ പഠിച്ച സ്കൂള്, മുഴുവൻ ആളുകളെയും അപ്പക്കൊത്ത് സ്കൂളിലേക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്.